അസ്സലാമു അലൈക്കും. ഫോർത്ത് സ്റ്റാൻഡേർഡിന്റെ ഇന്നത്തെ എക്സാം ഖുർആൻ വ തദ്രീബു തിലാവയുടെ ചോദ്യപേപ്പർ. ആദ്യം ഉദാഹരണങ്ങൾക്ക് ശരി അടയാളപ്പെടുത്തി കൊടുക്കാനാണ്. നമുക്ക് ചോദ്യം വായിക്കാം. ഒന്നാമത്തത് ഇവിടെ മിൻ ഖൗഫ് എന്നതിൽ വന്നത് ഏത് മദ്ദാണ്? ഫതഹയുടെ ഉടനെ സുക്കൂനുള്ള വാവ്, വഖഫ് കാരണം സുക്കൂനും വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ എന്താണ്? ലീനക്ഷരമാണ്, സുക്കൂനുള്ള വാവ്. അപ്പം മദ്ദുൽ ലീൻ എന്ന രണ്ടാമത്തതിൽ നമ്മൾ ശരി അടയാളപ്പെടുത്തണം. അടുത്തതോ അവിടെ എന്താണ്? മദ്ദശത്തിനു ശേഷം എന്താണ്? സ്ഥിരമായ സുക്കൂന് വന്നിട്ടുണ്ട്. അവിടെ മദ്ദുല്ലാസിമാണ്. ഷദ്ദുൽ അക്ഷരം വന്നിട്ടുണ്ട് അല്ലെ വാവിന് ശേഷം, അത് സ്ഥിരമായ സുക്കൂനാണ്. അപ്പൊ മദ്ദുല്ലാസിം എന്നത് ശരി അടയാളപ്പെടുത്തണം. അടുത്തതോ ഹുമുൽ മുത്തഖൂൻ, വഖഫ് കാരണം മദ്ദശത്തിന് ശേഷം സുക്കൂന് വരുന്നു, ആരിതായ സുക്കൂന്, മദ്ദുൽ ആരിദ്. അടുത്തതോ മാ ഉൻസിറ, മദ്ദശത്തിന് ശേഷം അടുത്ത കലിമത്തിന്റെ ആദ്യത്തിൽ ഹംസ, ഉൻസിറ. അപ്പൊ അവിടെ മദ്ദുൽ മുൻഫസിലിന് നമുക്ക് അവിടെ ശരി അടയാളപ്പെടുത്താം. അടുത്തതോ ആബാഉഹും, മദ്ദും ഹംസയും ഒറ്റ പദത്തിൽ. ഇവിടെ മദ്ദുൽ മുത്തസില്, മദ്ദക്ഷരവും ഹംസയും ഒറ്റ പദത്തിൽ. ആബാഉ, ഹംസ ഒന്ന് അല്ലെ. അപ്പൊ ഇവിടെ മദ്ദുൽ മുത്തസില്. അടുത്തത് ഖാല, കാഫിന്റെ ഫതഹയെ നീട്ടാൻ അലിഫ്, മദ്ദുൽ അസ്ലി. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉദാഹരണ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലാവരും മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടാവും കരുതട്ടെ. അടുത്തത് എന്താണ്? അടുത്തത് ഇവിടെ നമുക്ക് ഉദാഹരണങ്ങൾ വേർതിരിക്കാനാണ്. മുകളില് ഫഹും ലാ യഷ്കുറൂൻ ഫീ കിതാബില്ലാഹി ഫഖദ് കദ്ദബൂകും ബിമാ അസ്തഗ്ഫിറുല്ലാഹ്. ഇത് വേർതിരിച്ചെടുക്കണം. തഫീമുൽ ലാമി ജലാലയെ തഫീം ചെയ്തത്. അപ്പൊ അള്ളാഹു എന്ന ഇസ്മിന് മുമ്പ് ഫതഹോ ലമ്മോ വന്നത്, അസ്തഗ്ഫിറുല്ലാഹ് എന്നത് നമ്മൾ ഒന്നാമത്തെ കള്ളിയിൽ എഴുതണം. ഇനി സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്തു. എന്താണ്? കദ്ദബൂകും ബിമാ, മീമിന് ശേഷം ബാ വന്നത്. അപ്പൊ അതാണ് രണ്ടാമത്തെ എഴുതേണ്ടത്. അടുത്തതോ തർക്കീഖുൽ ലാമി ജലാലത്തിന്റെ ഇസ്മിനെ തർക്കീക്ക് ചെയ്തത്. അള്ളാഹു എന്ന ഇസ്മിന് മുമ്പ് കസറ വന്നു, കിതാബില്ലാഹി. അടുത്തതോ സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്തു. അവിടെ ഒന്നാമത്തെ ഫഹും ലാ, സുക്കൂനുള്ള മീമിന് ശേഷം ലാമു വന്നത്, അതാണ് ഇൽഹാറിൻ്റെത്. അപ്പൊ എല്ലാരും മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇനി ഇവിടെ കുട്ടികളെ ഒന്നിച്ചിരുത്തിയിട്ട് അവരെ കൊണ്ട് താഴെ പറയുന്ന മുസഫില് നോക്കിയിട്ട് ഓദിക്കാനുള്ളതാണ്. സൂറത്തുൽ ഫാത്തിറിൽ നിന്ന് 45-ാമത്തെ ആയത്ത് വരു യുവാഹിദു മുതല് ബസീറ വരെ. അത് ഓതുമ്പോ അക്ഷരശുദ്ധി, ഇടർച്ചയില്ലാതെ പാരായണം ചെയ്യണം. പിന്നെ മദ്ദുൽ ലാസിം, മുത്തസില്, മുൻഫസില്, തഫീമാക്കിയത്, റായിനെ തഫീമാക്കിയത്, ലാമിനെ തഫീമാക്കിയത്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് കുട്ടികൾക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇനി അടുത്ത എന്താണ്? നമുക്ക് കാണാതെ ഓതി കൊടുക്കേണ്ട ഭാഗമാണ്. കുട്ടികളെല്ലാരും ഒന്നിച്ചിരുത്തിയായിട്ട് കുട്ടികളെ ഓരോരുത്തരെ വിളിച്ചിട്ട് ഉസ്താദ് ഓദിക്കണം. സൂറത്തു ഷംസിലെ 11 മുതൽ അവസാനം വരെയുള്ള ആയത്ത് അത് ഓതി കൊടുത്താല് 20 മാർക്കാണ്. പിന്നെ ആയത്തുൽ കുർസി മുതല് അവസാനം വരെ ഓതി കൊടുക്കണം. പിന്നെ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ മുതലുള്ള അൻതൽ വഹാബ് വരെ നമ്മള് പാഠത്തിന്റെ അവസാനത്തിൽ ദിക്റുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടുന്നൊക്കെയാണ് ഇവിടെ കാണാതെ ചോദിച്ചത്. ഇപ്പൊ നമ്മള് റിവിഷൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കണം. അപ്പൊ എല്ലാവരും പഠിച്ചതാണല്ലോ അല്ലെ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.